നീത സുകേഷ് എന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. വിശ്വരൂപം വഴിപാടിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് വിശ്വരൂപത്തെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ തൊഴാനൊക്കെ നിൽക്കുമ്പോഴേ ഒരു 5 മണി സമയത്ത് വൈകിട്ട് കുട്ടികൾ ഭഗവാന്റെ വേഷം കെട്ടിയിട്ട്, കൃഷ്ണനാട്ടത്തിലെ ഭഗവാന്റെ വേഷം കെട്ടിയിട്ട് കൊടിമരത്തിന് ചുവട്ടിൽ നിന്ന് തൊഴുന്നത് കാണാം കേട്ടോ. അപ്പോൾ അറിയാത്തവർ പലരും ചോദിക്കാറുണ്ട് ഇത് എന്ത് വഴിപാടാന്നുള്ളത്. അതാണ് വിശ്വരൂപം വഴിപാടായിട്ട് പറയണത്. അതായത് കൃഷ്ണനാട്ടത്തിലെ അവതാര കൃഷ്ണന്റെ വേഷം നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും കെട്ടാം. അങ്ങനെ കെട്ടിച്ചിട്ട് ഭഗവാന് മുന്നിൽ കൊണ്ടുവന്ന് തൊഴിയിക്കുന്നതിനെയാണ് വിശ്വരൂപം വഴിപാട് എന്ന് പറയാം. ഇത് നമുക്ക് ഷീട്ടാക്കിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് കേട്ടോ. 1000 രൂപയാണ് അതിന് തുകയായിട്ട് അടയ്ക്കേണ്ടത്. ആദ്യം തന്നെ അതിന് പെർമിഷൻ വാങ്ങണം. അതിനായിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകിലുള്ള ഓഫീസ് ഗണപതി ഉണ്ടല്ലോ, അതിനടുത്താണ് കലാനിലയം. അവിടെ സൂപ്രണ്ടിനെ കണ്ടിട്ട് പെർമിഷൻ ചോദിക്കാം കേട്ടോ. അദ്ദേഹം ഒരു ലെറ്ററൊക്കെ തരും. ആ ലെറ്ററുമായി വന്നിട്ട് വേണം ഷീട്ടാക്കാനായിട്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ ആയിട്ട് ഷീട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അദ്ദേഹം തന്നെ പറയും ഏത് സമയത്താണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തേണ്ടതെന്ന് കേട്ടോ. ചുറ്റമ്പലത്തിനകത്താണ് അതിൻ്റെ ചമയങ്ങളൊക്കെ നടക്കുക. വടക്ക് ഭാഗത്ത് പഴയ കൗണ്ടർ ഉണ്ടല്ലോ, അതിന് മുകളിലാണ് കൃഷ്ണനാട്ടം കലാകാരന്മാരെ നമുക്ക് ചമയങ്ങൾ കുട്ടികൾക്ക് അണിഞ്ഞു തരിക കേട്ടോ. സാധാരണയായിട്ട് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് വിശ്വരൂപം കെട്ടാനായിട്ട് സാധിക്കുക. പെൺകുട്ടികൾക്ക് 10 വയസ്സിന് താഴെയുള്ളവരെ മാത്രമേ കെട്ടിക്കുള്ളൂ കേട്ടോ. ആൺകുട്ടികൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും കെട്ടാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ചമയത്തിന്, പ്രത്യേകിച്ച് കിരീടത്തിനൊക്കെ അത്യാവശ്യം ഭാരമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ താങ്ങാനായിട്ടുള്ള ആ ഒരു വലിപ്പം നമ്മുടെ കുട്ടിക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 വയസ്സ് മുതൽ വിശ്വരൂപം വഴിപാട് നടത്താവുന്നതാണ് കേട്ടോ.